1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. അതായത് 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ഋണമോചനം കിട്ടും. അതായത് കടത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു പകുതിയെങ്കിലും കടത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു സമയമാണിത്. വളരെ ശ്രമിക്കുക, മോചനം നേടാൻ സാധിക്കും. രോഗത്തിൽ നിന്നും അതുപോലെ എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് ശാന്തി ലഭിക്കും. അതുപോലെ ശത്രുക്കളെ അവരുടെ ഉടായ്പകളൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അവരെയൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും. പ്രശസ്തി, നിങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കേണ്ട ഒരു ഇതാണ്. അതുപോലെ സ്ഥാനം, അവർക്ക് ഒരു അധികാരമുള്ളൊരു സ്ഥാനം ലഭിക്കാം. അതുപോലെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ഥലം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബസ്വത്തിൻ്റെ ഒരു വിഹിതം കിട്ടും. വളരെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, നിങ്ങൾക്ക് നല്ല രുചിയുള്ള വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് കഴിക്കുന്നതിലേക്ക് വേണ്ടി ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് വലിയ വലിയ വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ബന്ധുക്കളുടെ സഹായവും സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തീർത്ഥയാത്രകൾ, വളരെ ദൂരസ്ഥലത്തേക്ക് തീർത്ഥയാത്രകൾ പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ നിൽക്കുന്നതിനാൽ കുറച്ച് മോശഫലങ്ങളും ഉണ്ടാകും. അതായത് തൊഴിലിൽ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ആ തൊഴിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാകും. അതുപോലെ തന്നെ അകാരണമായ ഭയങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ അധികാരികളിൽ നിന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടാകാം. അതുപോലെ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് തോൽവി വരാനും ഒരു സാധ്യതയുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ അശ്രദ്ധ കാണിച്ചാൽ തോൽവി വരാം. അതുപോലെ ചെറിയ ഫുഡ് പോയ്സൺ പോലുള്ള വിഷഭയങ്ങളുണ്ടാവാം. അതുപോലെ അഗ്നിയിൽ നിന്ന് പൊള്ളലേക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ മരണപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദാനാദി കർമ്മങ്ങൾ ഒരിക്കലും മുടക്കരുത്. അതെല്ലാം കൃത്യമായി ചെയ്യുക, പൂജകൾ ചെയ്യുക. ബന്ധുക്കളെയും മിത്രങ്ങളെയൊന്നും നിങ്ങൾ ഈ സമയം പിണക്കാൻ നിൽക്കരുത്. കാരണം അവർ പിണങ്ങിക്കഴിഞ്ഞാൽ വൈരാഗ്യം വരികയും പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്നു. അതുപോലെ വീട് നിർമ്മാണത്തിലാണെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മീനക്കൂറുകാർ ശ്രദ്ധിക്കുക. അവർ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ വീടിൻ്റെ പണി ഏതുവരെ ആയി എന്നുള്ളത് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ നഷ്ടം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വദേശത്തേക്ക് മാറിപ്പാലും വേറെ ദേശത്തേക്ക് താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഓരോ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആദ്യം പൂരുട്ടാതി നക്ഷത്രമാണ്. 9 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പല ഗുണകരമായ കാര്യങ്ങളും അവർക്ക് കുടുംബത്തിൽ അവർക്ക് നടക്കും. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകും. ചെറിയ അസുഖങ്ങളൊക്കെ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ സാധിക്കും. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് കേസ്, കോടതി നടപടിയൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി ചേക്കാറുന്നതിനും അവിടെ താമസിക്കുന്നതിനൊക്കെ ഉള്ള ഇതുണ്ട്. അതുപോലെ വിദ്യാഭ്യാസങ്ങൾ ആദ്യമൊക്കെ ഒരു തടസ്സം ഉണ്ടാകുമെങ്കിലും പിന്നീട് ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങ് മാറിക്കിട്ടുന്നു. അവസാനത്തെ 4 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുമൂലം നിങ്ങൾ ഏതിനാണോ വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുമൂലം നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ആരോഗ്യവും ഒരുവിധം നല്ലതായിരിക്കും. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം, നിങ്ങൾ പറ്റിയ ഇണയെ കണ്ടുപിടിക്കുവാനും ആ കല്യാണം നടക്കുവാനും എല്ലാത്തിനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിനും സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനും അല്ലെങ്കിൽ വീടോടുകൂടി വാങ്ങുന്നതിനും ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ഉള്ള, അതുപോലെ പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ധാരാളം ധന അഭിവൃദ്ധി, സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാം. ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ അലർജി പോലുള്ള ചില അസുഖങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഷ്ടപ്പാടുകളൊക്കെ അതുമൂലം ധനനാശം വരാം. അതുകൊണ്ട് ധനം എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. ദമ്പതിമാർ ആരെങ്കിലും മരണപ്പെടുവാനുള്ള 2 പേരിൽ ആരെങ്കിലും, എല്ലാവരുടെയും ചിലരിൽ മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് പുതിയ വീടും വാഹനങ്ങളും വസ്തുവകകളൊക്കെ വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക ശേഷി അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അവാർഡുകൾ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ അതുമൂലം നിങ്ങൾ അറിയപ്പെട്ട ഒരു വ്യക്തിയായിത്തീരും. പിന്നെ ഉദരരോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും അതുമൂലം എന്നേക്കുമായി ഉണ്ടായിട്ടുള്ള ഉദര രോഗങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുകയും ചെയ്യുന്നു പൂർണ്ണമായി. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. അതിന് വീഴ്ച ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. കാരണം ഒടിയാനും ചതയാനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കാം. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും വിധേയമാകേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. തെറ്റുകളിൽ പലതിലും അറിയാതെ ചെന്ന് ചാടാനും ഈ സമയം സാധ്യതയുണ്ട്. ഉറ്റ ബന്ധുക്കളാരോ മരണപ്പെടുവാനും സാധ്യത കാണുന്നു. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ചെറുപ്പത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിക്കുന്നു. അവർക്ക് ഒരു നല്ല സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു പക്വത അവർക്ക് ഈ സമയം ലഭിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുകയും അതുമൂലം നല്ല ജോലി, അവർക്ക് ഉയർന്ന ജോലി ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. ധാരാളം ധനശേഷി ഉണ്ടാകാം. ചില രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ ചെറിയ രോഗങ്ങളാണ്, അതൊന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ പിണങ്ങാനും അത് ചില ഇതിലാണെങ്കിൽ അവർ വേർപിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. അതായത് ജോലി സംബന്ധമായി ദമ്പതിമാരിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും. ചിലർ പെർമനൻ്റായിട്ട് തന്നെ അവരെ പിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുമൂലമുള്ള ചില ദുഃഖങ്ങളുണ്ടാവാം. അതുപോലെ ധനനാശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ചില രോഗങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങളും വീടും സ്ഥലവും എല്ലാം അവർക്ക് നേടാൻ സാധിക്കുന്നു. അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. അതുപോലെ ഒരു ദേശത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ ഒക്കെ അല്ലെങ്കിൽ ചില സംഘടനകളുടെയോ ഒക്കെ ഭരണാധികാരിയായിട്ട് വരാനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ വിവാഹം കഴിക്കുവാൻ അവർക്ക് ചിലപ്പം രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ കണ്ണിനും ഉദരത്തിനൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വരാം. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ധനനാശമൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ അന്യദേശ വാസം കാണുന്നു. വേണ്ടപ്പെട്ട ഒരു സ്വന്തക്കാരാരെങ്കിലും മരണപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. പോലീസ് പരാതിയും കോടതി നടപടികളും വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഭിചാര ക്രിയകളിൽ നിന്ന് ദുർമന്ത്രവാദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭയം ജനിക്കാനും സാധ്യത കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വീടൊക്കെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എല്ലാം അവർക്ക് മാറിക്കിട്ടുന്നതാണ്. വസ്തുവകകൾ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. കാർഷിക വിളകളുടെ ധാരാളം ലാഭം കിട്ടും. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ മൂലം ശരീരത്തിന് പീഡ വരാനും സാധ്യതയുണ്ട്. ധനം ഉണ്ടാകുമെങ്കിലും ചില രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രക്തദോഷം, അതുപോലെ തന്നെ രക്തത്തിൽ അണുബാധ മൂലമുള്ള ദോഷങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ഈ മിനറൽസിൻ്റെ കുറവ് മൂലം ഉള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ പിത്തരസവുമായിട്ടുള്ള രോഗങ്ങൾ, അതിൻ്റെ കുറവ് കൂടുതൽ നിമിത്തമുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ദമ്പതിമാരാരെങ്കിലും മരണപ്പെടുവാനും സാധ്യതയുണ്ട്. അടുത്ത രേവതി നക്ഷത്രക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുകയും നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാൽ അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ ഐശ്വര്യത്തിനും ധനത്തിനൊക്കെ കുറവ് വരാം. അതുപോലെ ചില കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും ആപത്തുകളും നടക്കാം. മരണതുല്യമായ ചില ആപത്തുകൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വേർപാടും ദുഃഖമുണ്ടാക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ നടക്കണ ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടുന്നതിനും അതുമൂലം നല്ല ഒരു പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അതുമൂലം സാമ്പത്തികമായിട്ടും സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വീട് വാങ്ങാൻ സാധിക്കും.
അതുപോലെ തന്നെ അവർക്ക് പിന്നെ വാഹനങ്ങളും വാങ്ങാൻ സാധിക്കും. വേണ്ടപ്പെട്ടവരുടെ ഒരു മരണം അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായോ അല്ലാതെയോ ദൂരെ പോകുന്നത് ആ വേർപിരിയൽ അവർക്കൊരു ദുഃഖമുണ്ടാക്കും. എങ്കിലും അവർക്ക് സന്തോഷം തരുന്ന മറ്റു ധാരാളം കാര്യങ്ങളും അവർക്ക് നടക്കും. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ദുഃഖങ്ങളാണ് കാണുന്നത്. ധനനാശവും വരാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യത്തിനും എല്ലാത്തിനും പരിഹാരമുണ്ടായി അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. വലിയൊരു പദവിയുള്ള ഒരു ഉദ്യോഗം ലഭിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ സംഘടനകളുടെ മേൽ അവർ വരികയോ ചെയ്യാം. അതുപോലെ ആഡംബര ജീവിതം എല്ലാം അവർക്ക് ലഭിക്കുന്നു. വാഹനം, വീട്, കുടുംബസ്വത്ത് എന്നിവയെല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. എങ്കിലും ചില രോഗങ്ങൾ അവരെ മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് അവയവങ്ങൾക്ക് സർജറി നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ഭയം ജനിപ്പിക്കുന്ന ചില നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കോടതി നടപടികളൊക്കെ ഉണ്ടായില്ല, അതങ്ങനെ കേസ് വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പം പരാജയപ്പെടാനും ഒരു സാധ്യതയുണ്ട്. അത് വക്കീൽ ഒരു നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. മോഷ്ടാക്കൾ നിങ്ങളുടെ വിലയേറിയ പലതും ഈ സമയം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആധാരം, ATM കാർഡ് അല്ലെങ്കിൽ പെൻഷൻ ബുക്ക് അങ്ങനെയൊക്കെയുള്ള പലതും മോഷണം പോകാനുള്ള പണമൊക്കെ മോഷണം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ആഭരണങ്ങളായിട്ടും മോഷണം, അതെല്ലാം കൃത്യമായി സുരക്ഷിതമായി സൂക്ഷിച്ചാൽ അതിൽ നിന്നെല്ലാം ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ടൈഫോയിഡ് പോലുള്ള പനികൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞ ചില, അതായത് മുൻകാലങ്ങളിൽ അവർ ആലോചിക്കാണ്ട് എടുത്ത ചില തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കുമൊക്കെ അവർ അത് ബുദ്ധി മോശമായി ഞാൻ ചെയ്തല്ലോ എന്നുള്ളൊരു പശ്ചാത്താപം ഉണ്ടാകേണ്ടി വരാം. ജീവിതത്തിൽ പലതിനോട് വെറുപ്പ് തോന്നുന്നൊരവസ്ഥ വരാം. മരണഭയം ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും ചിലത് വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും സാധ്യത കാണുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്ക് പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക്, ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.